ഇതൊരു ഹെൽത്തിയും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസുമായിട്ടൊരു ലഡുവാണിത്. ഈ ഒരു ലഡുവിൽ കുറേ ഗുണങ്ങളുണ്ട്. ഞാനത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ്. അതുകൊണ്ട് എനിക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ലഡുവുമാണ്, സിമ്പിൾ റെസിപ്പിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത്ര ഐറ്റംസേ വേണ്ടൂ. അപ്പോൾ ഫസ്റ്റ് വണ്ണ് വെള്ളെള്ള്, പിന്നെ മക്കാന, തേങ്ങ ചിരകിയത്, പിന്നെ വാട്ടർമെലൺ സീഡ്, പംകിൻ സീഡ്, കാഷ്യൂ, പിന്നെ ബദാം, പിന്നെ ഫ്ലാക്സ് സീഡ്, പിന്നെ സൺഫ്ലവർ സീഡ്, പിന്നെ ഈന്തപ്പഴം. നമ്മൾ എല്ലാവരും കപ്പ് അനുസരിച്ചാണ് എടുത്തേക്കണത് അളവായിട്ട്. അപ്പോൾ ഇനി ഈ എല്ലാ ഐറ്റംസും ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ഈന്തപ്പഴം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ എല്ലാ സാധനവും ചൂടായി റോസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് ഗ്രൈൻഡാക്കി എടുത്തിട്ടുണ്ട്. ഈ ഫൈൻ പൗഡർ ഒന്നും ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഞാൻ തരിതരിക്ക് ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മിക്സിയിലിട്ട് അടിക്കും. ഈ പൊടിച്ചതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ശർക്കര ഉരുക്കിയത് അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ ലഡുക്ക് മധുരത്തിനും പിന്നെ ഒരു ലഡുവിൻ്റെ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്, കാരണം അതിൻ്റെ ശർക്കര എല്ലായിടത്തും എത്തണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു ഇത് ഉണ്ട പോലെ ആക്കിയെടുക്കാം ലഡു രൂപത്തിൽ. ഇതിന് ലേഗ്യം പോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ചുകൂടി ഒഴിച്ചിട്ട് നമുക്ക് ലേഗ്യം പോലെ ആയിരിക്കും കഴിക്കാം, അല്ലെങ്കിൽ ലഡു പോലെ ആക്കി കഴിക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. സിമ്പിളുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതേപോലത്തെ റെസിപ്പിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.